ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുതിർത്തെടുത്ത 1.5 കപ്പ് ബിരിയാണി അരിയിലേക്ക് 1 കപ്പ് തേങ്ങയും 1 മുട്ടയും 2 ഏലക്കയും ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയോ ഒരുപാട് ലൂസോ ആവാൻ പാടില്ല. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ മസാല ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുക്കാം. വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എന്നിവയൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഈ ചെമ്മീൻ മസാല ഓരോ ഇഡ്ഡലി തട്ടിലേക്കും മാവിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ മസാല ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ സ്നാക്കിന് ചെമ്മീൻ ഇഡ്ഡലിന്നോ കിണ്ണപ്പത്തലിനോ ചെമ്മീൻ പത്തലിനോ ഒക്കെ പറയാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചെമ്മീൻ പത്തൽ, ചെമ്മീൻ ഇഡ്ഡലി എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. ഇത് പെട്ടെന്ന് തന്നെ തട്ടിൽ നിന്നും വേറിട്ട് കിട്ടുന്നതാണ്. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം തട്ട്, എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഓരോ ഇഡ്ഡലിയും നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. നോമ്പ് വരാനായതല്ലേ, ഈ പ്രാവശ്യത്തെ നോമ്പ് തുറക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ആയിക്കോട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.